വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 പ്രോബ്ലംസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിന് മുമ്പ് ബേസ് ഫിഗേഴ്സ്, അതായത് നമ്മളിപ്പോൾ മൊഡ്യൂൾ 2 പ്രോബ്ലംസ്, മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സിൻ്റെ കേസൊക്കെ പറഞ്ഞു. പ്രിസം, പിരമിഡ്, സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ, അതായത് സിലിണ്ടർ അല്ലെങ്കിൽ കോൺ, ഇത്രയും സോളിഡ്സിൻ്റെ കേസ് പറഞ്ഞു. ആ സോളിഡ്സ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന ഫിഗേഴ്സും നമ്മൾ നോക്കിയായിരുന്നു. അതായത് ബേസ് HP-യിലാണെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രിസത്തിൻ്റെ ഫ്രണ്ട് എങ്ങനെയായാലും ടോപ്പ് എങ്ങനെയായാലും, പ്രിസം, പിരമിഡ്, കോൺ, സിലിണ്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് നോർമലി സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാൻ. അതായത് ഫ്രണ്ട് വ്യൂ 1, ഫ്രണ്ട് വ്യൂ 2, ഫ്രണ്ട് വ്യൂ 3. 3 ഫ്രണ്ട് വ്യൂസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ 1, ടോപ്പ് വ്യൂ 2, ടോപ്പ് വ്യൂ 3. ഇങ്ങനെയായിരിക്കും മൊഡ്യൂൾ 2 ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. ഒരു ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അടുത്ത ഫ്രണ്ട് വ്യൂ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ, ദെൻ ഫ്രണ്ട് വ്യൂ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന സോൾഡ് ആണെങ്കിൽ നമ്മളിപ്പം HP-യിൽ ബേസ് കൊണ്ട് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസ് എഡ്ജോ, എന്നാലും HP-യിലാണ് സോൾഡ് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത് ഉള്ള സോൾഡ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഫസ്റ്റ് എന്തായാലും ബേസ് ഫിയർ ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയാലും ഫസ്റ്റ് ബേസ് ഫിയർ വരയ്ക്കണം. ദെൻ സെക്കൻഡ് ഫിയർ വരയ്ക്കുന്നത് HP-യുടെ കണ്ടീഷൻ എന്താണോ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ആ കണ്ടീഷൻ കൊടുത്തിട്ട് സെക്കൻഡ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം. ദെൻ ഫൈനലി VP-യുടെ കണ്ടീഷൻ എന്താണോ തന്നിരിക്കുന്നത് അത് കൊടുത്തിട്ട് ഫൈനൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് റെസ്റ്റിംഗ് ഓൺ HP-യുടെ കേസിൽ വരിക. VP ആണ് നേരെ തിരിച്ച് വരും. ഫസ്റ്റ് ബേസ് ഫിയർ വരും, സെക്കൻഡ് VP-യുടെ ഇംഗ്ലേഷൻ വരും, തേർഡ് വരുന്നത് HP-യുടെ ഇംഗ്ലേഷാണ്. ഓക്കെ, നമുക്കിപ്പം ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സോൾഡ്, ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സോൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഫിഗേഴ്സ് എങ്ങനെയൊക്കെ വരും നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണാനുള്ള ബേസ് ഫിഗേഴ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ഹെക്സാഗണൽ പ്രിസം, ഒരു പ്രിസം എടുക്കുകയാണെങ്കിൽ പ്രിസത്തിന് ഓക്കെ ഒരു ഹെക്സാഗണൽ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ടോപ്പ് വ്യൂ താഴെ ആയിരിക്കും, ഫ്രണ്ട് വ്യൂ മുകളിലായിരിക്കും. പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്സാഗണൽ പ്രിസം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഹെക്സാഗണൽ പ്രിസം. ഇതൊരു ഹെക്സാഗണൽ പ്രിസമാണ്. ഓക്കെ, പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ അല്ലെങ്കിൽ HP എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്ലെയിനാണ് ഗ്രൗണ്ട് പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന സോൾഡ് നമ്മൾ ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ എങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആയാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ എങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ബേസ് ഫിഗേഴ്സാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എപ്പോഴും ബേസ് കാണുന്ന വ്യൂ ആണ്. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ബേസ് കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലായിരിക്കും. ഇത് HP ആണെങ്കിൽ HP ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലായിരിക്കും ബേസ് കാണാം. 2 ബേസ് ഫിഗേഴ്സാണുള്ളത്. ഒന്ന് ഈ ഒരു കേസ്, ഈ എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന കേസിൽ ബേസ് ഫിഗറും ഉണ്ട്, അതുപോലെ കോർണർ റൈറ്റ് മോസ്റ്റ് ഇൻഡ് വരുന്ന കേസിൽ ബേസ് ഫിഗറും. ഈ 2 ബേസ് ഫിഗറാണ് ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ കേസിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂ വരുന്ന 2 രീതിയിലായിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ ടോപ്പ് വ്യൂ വരാം, അതായത് ഈ കേസിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന എഡ്ജാണ്, എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ അങ്ങനെ ടോപ്പ് വ്യൂ വരാം. അല്ലെങ്കിൽ ടോപ്പ് വ്യൂ വരാമെന്ന് ഈ 2 ബേസ് ഫിഗറാണ് ഈ ഒരു കേസിൽ, ഒരു ഹെക്സാഗണിൻ്റെ കേസിൽ വരുന്ന ഈ 2 ബേസ് ഫിഗർ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം. ഹെക്സാഗണിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, സെൻറ്റർ ലൊക്കേറ്റ് ചെയ്ത് പ്രിസം ആണെങ്കിൽ അവിടെ നല്ല ഹൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ക്യാരി ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. ഈ കേസ് വേണം നമുക്ക് ഇത് പിരമിഡായിട്ടുള്ള എടുക്കാം. ഹൈറ്റ് മാർക്ക് ചെയ്തു. പ്രിസം ആണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഫ്രണ്ട് നമ്മൾ കാണിച്ചായിരുന്നു. പ്രിസം ആണെങ്കിൽ ഫ്രണ്ട് റെക്റ്റാങ്കിൾ ആയിരിക്കും വരിക. ഓക്കെ, ഇതും പ്രിസമായിട്ട് തന്നെ എടുത്ത് വരയ്ക്കാം, പിരീഡൊക്കെ പിന്നെ വരയ്ക്കാം. ഓക്കെ, പ്രിസം ആകുമ്പോഴത്തേക്കും ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ 2 ബേസ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് 2 2 ബേസ് ഫിഗർ വരിക. ഓക്കെ, അപ്പോൾ ബേസ് ഫിഗർ ഈ കേസിൽ 6, ഇത് 3 ഫ്രണ്ട് 3 ടോപ്പ് ആണെന്ന് പറഞ്ഞു. നോർമലി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക ഇതിന് 6 മാർക്ക്, അതായത് ഫസ്റ്റ് ഫ്രണ്ട് ടോപ്പിന് 6 മാർക്ക്, സെക്കൻഡ് ഫ്രണ്ട് ടോപ്പിന് 6 മാർക്ക്, തേർഡിന് 6 മാർക്ക്, ദെൻ ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ് 2 മാർക്ക്. അങ്ങനെയാണ് വരിക. ചെറിയ വേരിയേഷൻ വരാം, ചിലപ്പോൾ 5, 6, 7 എന്നൊക്കെ വരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഈ 2 ബേസ് ഫിഗറിൽ ഏത് വേണം എന്നുള്ളതാണ്.
അതായത് രണ്ട് രീതിയിൽ ഹെക്സാഗണൽ പ്രിസം ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ ഈ ഒരു കേസിൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അതുപോലെ പിരമിഡ് വരികയാണെങ്കിൽ പിരമിഡിന് ഇതുപോലെ രണ്ട് കേസുണ്ട്. ഓക്കെ, ഇത് പിരമിഡിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്കൊരു പെൻറ്റഗണൽ പിരമിഡ് നോക്കാം. പെൻറ്റഗണൽ പിരമിഡാണെങ്കിൽ ഇതേപോലെ രണ്ട് ബേസ് ഫിഗർ വരിക. എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിൽ രണ്ട് ബേസ് ഫിഗർ വരാം. ഈ ബേസ് ഫിഗറിൽ കോർണറാണ് ഏറ്റവും റൈറ്റ് സൈഡിൽ. റഫായിട്ട് വരയ്ക്കുന്നതാണ്. ഈ കേസിലാണെങ്കിൽ എഡ്ജാണ് ഏറ്റവും റൈറ്റ് സൈഡിൽ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരയ്ക്കാം. നമുക്ക് പിരമിഡാണല്ലോ പറഞ്ഞത്. പിരമിഡ് ആകുമ്പോൾ എന്തായാലും ഓക്കെ, ഫസ്റ്റ് സെൻട്രൽ ലൊക്കേറ്റ്. സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ലൈനിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ മതി, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടറായിട്ട് വരച്ചാൽ മതി. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം, അല്ലെങ്കിൽ ലൈൻ ബൈസെക്ടർ വരയ്ക്കാം. എന്തായാലും ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അതായത് ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ലൈനിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കാം, വേറൊരു കോർണറിൽ നിന്ന് വരയ്ക്കാം. അപ്പോൾ ഇതായിരിക്കും സെൻറ്റർ. പിരമിഡ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടായിരുന്നു, ഇവിടെ കുറച്ച് ലൈൻസും വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് ഡാർക്കായിട്ട് വരയ്ക്കാം. പ്രിസം ആണെങ്കിൽ തിന്നായിരിക്കും വരയ്ക്കാം. ഇവിടെ ആണെങ്കിൽ തിക്കായിട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റർ വരിക. ഓക്കെ, ഇനി ഫ്രണ്ടിൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പിരമിഡാണെന്നാണ് പറഞ്ഞത്. പിരമിഡ് ആകുമ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. ഈ ആക്സിസിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്താൽ ഈ പോയിൻറ്റ്സിനൊക്കെ ട്രയാങ്കിളായിട്ട് വേണം ജോയിൻ ചെയ്യാൻ. ഇതാണ് ഫസ്റ്റ് ബേസ് ഫിഗർ. ദെൻ ഇവിടെയും ആക്സിസ് ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഇതാണ് സെക്കൻഡ് ബേസ് ഫിഗർ വരിക. ഓക്കെ, അപ്പോൾ പ്രിസം ആണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും ഷേപ്പ് വരിക. പിരമിഡ് ആണെങ്കിൽ ഈ ഒരു ഷേപ്പ്, ഫ്രണ്ടിൽ ട്രയാങ്കിൾ വരും, ടോപ്പ് വ്യൂവിൽ ബേസ് വരും. പ്രിസം ആണെങ്കിൽ റെക്റ്റാങ്കിൾ വരും, താഴെ ബേസ് വരും. ഓക്കെ, ഇനി സിലിണ്ടർ, കോൺ. ഓക്കെ, സിലിണ്ടറും കോണോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകും. സിലിണ്ടർ ആണെങ്കിൽ കോണാണെങ്കിൽ എന്തായിരിക്കും, ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ എന്തായാലും സർക്കിൾ വരും. ടോപ്പ് വ്യൂ എപ്പോഴും സർക്കിളായിരിക്കും. സിലിണ്ടർ ആയാലും ടോപ്പ് വ്യൂ സർക്കിളായിരിക്കും. നമ്മൾ നോക്കിയതാണ്. നമ്മൾ നോർമലി ചെയ്യുന്നതിന് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 8 പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബാക്കി പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഫിഗർ വരയ്ക്കാൻ 8 പോയിൻറ്റ്സിൻ്റെ നീഡുണ്ട്. അപ്പോൾ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഇതിന് നേരെ ഫ്രണ്ട് എങ്ങനെ വരും നോക്കാം. ഓക്കെ, കോണാണെങ്കിൽ കോണിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഹൈറ്റ് എടുത്ത് വരയ്ക്കുക. എന്നിട്ട് കോണിൻ്റെയും ഫ്രണ്ട് ട്രയാങ്കിൾ ആയിരിക്കും വരിക. ഓക്കെ, ബാക്കി ഈ ലൈൻസൊക്കെ നമ്മൾ ഇമാജിനറി ലൈൻസാണ്. അപ്പോൾ അതെല്ലാം തിന്നായിട്ട് വരച്ചാൽ മതി, തിക്കായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി സിലിണ്ടർ ആണെങ്കിൽ ഇതായിരിക്കും വരിക. ടോപ്പിൽ വീണ്ടും സർക്കിൾ തന്നെയാണ് വരിക. ഇവിടെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആക്സിസിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സിലിണ്ടർ മാർക്ക് ചെയ്തു. സിലിണ്ടർ ആകുമ്പോൾ വരിക റെക്റ്റാങ്കിൾ ആയിരിക്കും സിലിണ്ടറിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെയും ബാക്കി ലൈൻസ് എല്ലാം ഇമാജിനറി ലൈൻസാണ്. സോ അത് തിന്നായിട്ട് തന്നെ വരയ്ക്കാം, തിക്കായിട്ട് വരയ്ക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് കേസ് വരിക. പ്രിസത്തിൻ്റെ ആണെങ്കിൽ പ്രിസം മാറുന്നതനുസരിച്ച് വേറെ കേസ് വരാം. പെൻറ്റാഗണൽ പ്രിസം ആണെങ്കിൽ ഇങ്ങനെ രണ്ട് ബേസ് ഫിഗർ വരാം, കോർണർ റൈറ്റ് സൈഡിലും എഡ്ജ് റൈറ്റ് സൈഡിലും. ഓക്കെ, ഇനി ഏതൊക്കെ കേസിൽ ഏതൊക്കെ ബേസ് ഫിഗർ വേണം, ഈ ബേസ് ഫിഗറിന് ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന ബേസ് ഫിഗർ ഇത് നമുക്ക് 1 എന്ന് കൊടുക്കാം. ആൻഡ് കോർണർ, ഇതിൽ കോർണറാണ് റൈറ്റ് സൈഡ് വരിക. കോർണർ റൈറ്റ് സൈഡ് ഫിഗറിൽ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇവിടെ വേണം 1 2 തന്നെ യൂസ് ചെയ്യാം. അതായത് കോർണർ റൈറ്റ് സൈഡ് വരുന്നത് നമ്മൾ 2 കൊടുത്തു. അപ്പോൾ ഇവിടെ 2 ആണ്. അതിന് എഡ്ജ് റൈറ്റ് സൈഡ്, ഇവിടെ ഇതാണ് എഡ്ജ് റൈറ്റ് സൈഡ്, അതിന് 1. കോണും സിലിണ്ടറും ആണെങ്കിൽ അതിനാകെ ഏത് ക്വസ്റ്റ്യനായാലും ബേസ് ഫിഗർ ആകെ ഒരെണ്ണേ ഉള്ളൂ. അതായത് ടോപ്പ് വ്യൂ ഒരു സർക്കിളും ഫ്രണ്ട് വ്യൂവിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ, ഇത്രയേ ഉള്ളൂ ബേസ് ഫിഗർ വരിക. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. കോൺ സിലിണ്ടർ വെച്ചാൽ അപ്പോൾ 6 മാർക്ക് എന്തായാലും
ഉറപ്പായിരിക്കണം. എച്ച് പിയിലാണോ വി പിയിലാണോ റെസ്റ്റ് ചെയ്യുന്നത് നോക്കുക, ബേസ് ഫിഗർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ബേസ് ഫിഗർ വേണോ സെക്കൻഡ് ബേസ് ഫിഗർ വേണോ നോക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് അത്യാവശ്യ ഡേറ്റ ഉണ്ട്. ഒന്ന്, റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്, റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓർ വി പി. ഇത് ക്വസ്റ്റ്യനിൽ കാണും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റിംഗ് ഓൺ എച്ച് പിയുടെ കേസാണ്. വി പിയുടെ ഇതുപോലെ തന്നെയാണ് കേസ് വരിക. വി പിയുടെ കേസിൽ വരിക ടോപ്പ് വ്യൂ മുകളിൽ പോവും, ഫ്രണ്ട് വ്യൂ താഴെ വരും. മീൻ അങ്ങനെയല്ല, ബേസ് മുകളിൽ പോവും, ഈ ഒരു വ്യൂ താഴെ വരും. കാരണം വി പിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ താഴെ ഇതൊരു വി പി ആണ്. വി പി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ വി പി കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഇതാണ് വി പി എന്നുള്ളൊരു പ്ലെയിൻ. ഇംഗ്ലണ്ടായിട്ടുള്ളൊരു പ്ലെയിനാണ് വി പി എങ്കിൽ വി പി റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലായിരിക്കും ബേസ് കിട്ടുക. ഓക്കെ, ഫ്രണ്ടിൽ നോക്കുമ്പോൾ അതിൽ ബേസ് കിട്ടും. ഇതാണ് ഇതിങ്ങനെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബേസ് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴാണ് ആ ഒരു ബേസിൻ്റെ ഷേപ്പ് കിട്ടുക. ഓക്കെ, അപ്പോൾ ബേസ് നേരെ ഫ്രണ്ടിലേക്ക് വരും. അതാണ് ഡിഫറൻസ്. ഈ വ്യൂസ് എല്ലാം, അതായത് ബേസ് എല്ലാം നേരെ ഫ്രണ്ടിൽ പോകും, ഇതെല്ലാം നേരെ ഇംഗ്ലണ്ടായിട്ട് താഴേക്ക് വരും. ഓക്കെ, ഇനി നമുക്കത് അന്നേരം ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് എച്ച് പിയിൽ ഷോൾഡർ റെസ്റ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ബേസ് ഫിഗർ ആണോ സെക്കൻഡ് ബേസ് ഫിഗർ, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബേസ് ഫിഗർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ബാക്കിയുള്ള മാക്സിമം 45 മാർക്സാണ്, ബാക്കി എല്ലാം കറക്റ്റ് ആക്കിയാലും കിട്ടുക ബേസ് ഫിഗർ തെറ്റിയാൽ. ഓക്കെ, അപ്പോൾ ബേസ് ഫിഗർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. അതിനുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണോ വി പി ആണോ നോക്കി. ഇവിടെ എച്ച് പിയുടെ കേസാണ് പറയുന്നത്. ദെൻ എച്ച് പി അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയും. എച്ച് പി ആണെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ദെൻ നമുക്ക് നോക്കേണ്ടത് റെസ്റ്റിംഗ് ഓൺ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കുറേ കീ വേർഡ്സ് ഉണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്താൽ പ്രോബ്ലം വളരെ സിമ്പിളായിരിക്കും. റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് വരാം, കോർണർ ഓഫ് ബേസ് വരാം, സ്ലാൻഡ് എഡ്ജ് ഓർ ലോങ് എഡ്ജ് വരാം, പിന്നെ ട്രയാങ്കുലർ ഓർ റെക്റ്റാങ്കുലർ ഫേസ് വരാം, പിന്നെ ജനറേറ്റേഴ്സ് വരാം. റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റേഴ്സ് എന്ന് വരാം. ഓക്കെ, ഇത്രയാണ് നോർമലി കാണാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് ഫസ്റ്റ് ഇംഗ്ലീഷൻ അല്ല ബേസ് ഫിഗർ വരയ്ക്കാൻ പറ്റുക. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്. ഒരു സോളിഡ് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? അതായത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു. എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത് ബേസ് എഡ്ജിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് ഫിഗർ എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ രണ്ട് ബേസ് ഫിഗർ ആണുള്ളത്. ഒന്ന് ടോപ്പിൻ്റെ കേസിൽ ഇത് ടോപ്പ് വ്യൂ ആണെങ്കിൽ രണ്ട് ബേസ് ഫിഗർ ഉണ്ട്. ഒന്നാണെങ്കിൽ ഇതാണ് ബേസ് ഫിഗർ, അതായത് കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ. ദെൻ വേറെ ഒരെണ്ണമുള്ളത് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ. ഇപ്പം ഈ ഒരു എഡ്ജാണ് റൈറ്റ് സൈഡ്. ഇതിൻ്റെ ഇത് ഇംഗ്ലൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണറാവും റൈറ്റ് സൈഡിൽ. ആ രണ്ട് ബേസ് ഫിഗർ ആണുള്ളത്. ഈ കേസിലെന്ന് പറഞ്ഞാൽ ഈ കേസ് എന്ന് പറഞ്ഞാൽ കോർണറാണ് റൈറ്റ് സൈഡ്, കാരണം ടോപ്പിൽ നോക്കുമ്പോൾ കോർണറായിരിക്കും റൈറ്റ് സൈഡിൽ വരിക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ബേസ് ഫിഗർ എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറയും റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ആണോ റെസ്റ്റിംഗ് ഓൺ കോർണർ ആണോ. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. അതായത് ഈ എഡ്ജ് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു എഡ്ജ് കംപ്ലീറ്റ് റൈറ്റ് സൈഡ് വരുന്ന രീതി വേണം. എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഓക്കെ, ഒരു ബേസ് എഡ്ജ്, ഈ ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ. അപ്പോൾ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ടോപ്പിൽ വരിക. ഈ ഒരു ബേസ് എഡ്ജ് എക്സ്ട്രീമിലുള്ള ഈ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് തന്നെ രീതിയിൽ വേണം ഒബ്ജക്റ്റ് ഫിക്സ് ചെയ്യാൻ. അതായത് ഇതാണ് അതിൻ്റെ ബേസ് ഫിഗർ. ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. എന്നിട്ട്
ഇൻക്ലിനേഷൻ കൊടുക്കണം. അതായത് എത്രയാണ് കണ്ടീഷൻ പറഞ്ഞാൽ ആ ഡിഗ്രി. ഇപ്പം ഒരു തീറ്റ ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി എന്താണ് റെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. താഴെ നോക്കുക, ഇവിടെ ബേസ് എഡ്ജ്, ഈ ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് കാരണം നമ്മൾ റൈറ്റിലേക്കാണ് ചേഞ്ച് ഓഫ് പൊസിഷൻ ചെയ്യുന്നത്. നമ്മൾ റൈറ്റിലേക്കാണ് ഇൻക്ലിനേഷൻ ആകുന്നത്. ഫസ്റ്റ് ഫിഗർ ഇങ്ങനെ ആയിരിക്കും, സെക്കൻഡ് ഫിഗർ റൈറ്റിലേക്ക്, തേർഡ് ഫിഗർ വീണ്ടും റൈറ്റിലേക്ക്, അങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞു ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ടോപ്പ് വ്യൂ. ബേസ് എഡ്ജ് റൈറ്റ് സൈഡ്, ഈ ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ താഴെയുള്ള ബേസ് എഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ടോപ്പ് വ്യൂ വരിക. ഇപ്പോൾ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫേസ് ഇതിലാണെങ്കിൽ, പ്രിസത്തിൻ്റെ കേസിലാണെങ്കിൽ റെക്റ്റാങ്കുലർ ഫേസ് ആണ്. പിരമിഡ് ആണെങ്കിൽ എന്ത് വരും? ഒരു ട്രയാങ്കുലർ ഫേസ് ആയിരിക്കും വരിക. ഇതൊരു പിരമിഡാണ്. ഈ പിരമിഡിൻ്റെ ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഫേസാണ്. ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് പൊസിഷൻ. ഓക്കെ, ഇത് ഈ ഒരു ഫേസിൽ റെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. കേസിലാണെങ്കിൽ ഈ ഒരു ഫേസ് റെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കാം. ഇതിപ്പോൾ ഒരു പെൻറ്റാഗണൽ പിരമിഡാണ്. ഈ പെൻറ്റാഗണൽ പിരമിഡ് ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രയാങ്കുലർ ഫേസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബേസ് എഡ്ജ് തന്നെ റൈറ്റ് സൈഡ് വരണം. അതായത് ഈ ഒരു ഫിഗർ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വേണം ഫിഗർ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വന്നിട്ട് താഴേക്ക് ഇട്ടാൽ മാത്രമേ ആ ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോഴാണ് നമുക്ക് വേണ്ട കണ്ടീഷൻ, ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിൽ എന്ത് വേണം? ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വേണം. അതായത് ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വേണ്ട രണ്ട് കേസാണ് പറഞ്ഞത് ബേസ് ഫിഗറിൽ. ഒന്ന്, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചരിക്കുമ്പോഴാണ് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴും ബേസ് എഡ്ജ് വേണം റൈറ്റ് സൈഡ് വരാൻ. അതുപോലെ റെക്റ്റാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ പ്രിസത്തിൻ്റെ കേസിൽ ഈ റെക്റ്റാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യണമെങ്കിലും ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വന്നിട്ട് ഇങ്ങനെ കിടത്തിയാൽ മാത്രമേ റെക്റ്റാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഇനിയും കോർണർ റൈറ്റ് സൈഡ് വന്ന് എന്ത് പറ്റും? നമ്മൾ കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ടുള്ളൊരു ഫിഗർ നോക്കാം. കോർണർ റൈറ്റ് സൈഡ് വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? കോർണർ റെസ്റ്റിംഗ് ഓൺ കോർണർ എന്ന് പറഞ്ഞാൽ കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും വരിക. കോർണർ റൈറ്റ് സൈഡ് വരും. ഇപ്പോൾ കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് HP ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്തായി? ഈ കോർണറിലാണ് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ താഴെ നോക്കുമ്പോഴത്തേക്ക് എഡ്ജിലല്ല കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലാണെങ്കിൽ കോർണർ വേണം റൈറ്റ് സൈഡിൽ വരാൻ. ഓക്കെ, അപ്പോൾ കോർണർ റൈറ്റ് സൈഡ് വരുത്തി കോർണർ റെസ്റ്റ് ചെയ്തു. അതുപോലെ ഈ ലോങ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കേസിലാണെങ്കിൽ ഈ എഡ്ജ് സ്ലാൻഡ് എഡ്ജ് എന്നാണല്ലോ, സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിലും എന്ത് വേണം? കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ട് ചരിച്ചിട്ടാൽ മാത്രമേ ആ ഒരു ലോങ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യത്തുള്ളൂ. മറ്റേതാണെങ്കിൽ ബേസിലാണ് ലോങ് ഫേസ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുക. കോർണർ റൈറ്റ് സൈഡ് വന്നിട്ട് ചരിച്ച് നിർത്തിയാൽ മാത്രമാണ് ലോങ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക. പിരമിഡിൻ്റെ കേസിലാണെങ്കിൽ സെയിം തന്നെ കോർണർ റൈറ്റ് സൈഡ് വരണം. അതായത് ഈ ഒരു വ്യൂ പെൻറ്റാഗണൽ പിരമിഡാണ്. അപ്പോൾ ഈ ഒരു കോർണർ ആയിരിക്കണം എക്സ്ട്രീം റൈറ്റിൽ വരിക. ഈ ഒരു കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ട് വേണം ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാൻ. എന്നിട്ട് റൈറ്റിലേക്ക് ചരിച്ച് ഫുള്ളി കിടത്തിയാൽ മാത്രമേ ആ ഒരു സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യത്തുള്ളൂ. ബേസ് എഡ്ജാണ് റൈറ്റ് സൈഡിൽ ഈ ഒരു ഫിഗർ ആയിരിക്കും. സ്ലാൻഡ് ട്രയാങ്കുലർ ഫേസിലായിരിക്കും റെസ്റ്റ് ചെയ്യുക. അപ്പം റെസ്റ്റിംഗ് ഓൺ കോർണർ ആണെങ്കിലും ക്വസ്റ്റ്യനിൽ, അതുപോലെ റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് എഡ്ജ് അല്ലെങ്കിൽ ലോങ് എഡ്ജ് ആണെങ്കിലും കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ടുള്ള ബേസ് ഫിഗർ വേണം. ഓക്കെ, അപ്പം അതുപോലെ റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ആണെങ്കിലും റെസ്റ്റിംഗ് ഓൺ റെക്റ്റാങ്കുലർ ട്രയാങ്കുലർ ഫേസ് ആണെങ്കിലും ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ വെച്ചിട്ടുള്ള ഫിഗർ വേണം വരയ്ക്കാൻ. പിന്നെ കോണിൽ സിലിണ്ടറിന് വ്യത്യാസമൊന്നുമില്ല, ആകെ ഒരു ബേസ് ഫിഗറേ ഉള്ളൂ. ടോപ്പ് വ്യൂവിൽ എന്ത് വരും? സർക്കിൾ വരും. ഫ്രണ്ട് വ്യൂവിൽ കോണാണെങ്കിൽ ട്രയാങ്കിൾ വരും, സിലിണ്ടറാണെങ്കിൽ റെക്റ്റാങ്കിൾ വരും. ഓക്കെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെയാണ് ബേസ് ഫിഗർ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം ബേസ് ഫിഗറാണ്. ഓക്കെ, ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബേസ് എഡ്ജ് റൈറ്റ് സൈഡിലാണെങ്കിലും അതുപോലെ ബേസ് എഡ്ജ് റൈറ്റ് സൈഡല്ല, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓർ ലോങ് ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. അതുപോലെ കോർണർ റെസ്റ്റിംഗ് ഓൺ കോർണർ ആണെങ്കിലും റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് എഡ്ജ് അല്ലെങ്കിൽ ലോങ് എഡ്ജ് ആണെങ്കിലും കോർണർ റൈറ്റ് സൈഡ് വെച്ചിട്ടുള്ള ബേസ് ഫിഗർ, അതായത് ഈ ബേസ് ഫിഗർ വേണം വരയ്ക്കാൻ. ഓക്കെ, കോണിനും സിലിണ്ടറിനും ആകെ ഒരു ബേസ് ഫിഗറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായത് ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ബേസ് എഡ്ജ് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫിഗർ എന്ന് പറയുന്നത്
ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന ഫിഗർ. ഓക്കെ, ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന ഫിഗർ വരച്ചാൽ മാത്രമാണ് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക. ദെൻ കോർണറിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഫിഗർ വരയ്ക്കണം, കോർണർ റൈറ്റ് സൈഡ് വേണം. ഇപ്പോൾ പ്രിസമാണെങ്കിലും പിരമിഡാണെങ്കിലും സെയിം തന്നെയാണ്. ദെൻ സ്ലാൻഡ് എഡ്ജ് ഓർ ലോങ് എഡ്ജ് നമ്മൾ പറഞ്ഞു. സ്ലാൻഡ് എഡ്ജ് ഓർ ലോങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ എഡ്ജിൽ റെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ എഡ്ജ് ആയിരിക്കണം റൈറ്റ് സൈഡ് വരിക, എഡ്ജ് മാത്രമേ വരാവുള്ളൂ. ആ കേസിലും കോർണർ റൈറ്റ് സൈഡ് വരുന്ന ഫിഗർ വേണം വരയ്ക്കാൻ. അതായത് ഈ സ്ലാൻഡ് എഡ്ജ് റെസ്റ്റ് ചെയ്യണം, അതായത് ഇതിനിയും ചരിക്കുമ്പോൾ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോർണർ ആയിരിക്കണം വരിക. ഓക്കെ, ഇപ്പോൾ കോർണർ റൈറ്റ് സൈഡ് വരുന്ന ഫിഗർ എന്ന് പറയുമ്പോൾ സെക്കൻഡ്. സ്ലാൻഡ് എഡ്ജ് ലോങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കേസിലെ ബേസ് ഫിഗർ വേണം വരയ്ക്കാൻ. ദെൻ ട്രയാങ്കുലർ ഫേസ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലെ ബേസ് ഫിഗർ. ജനറേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ജനറേറ്റർ വരുന്നത് സിലിണ്ടറിനും കോണിനുമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിഗറാണ് വരയ്ക്കുക, അതിനാകെ ഒരു ബേസ് ഫിഗറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജനറേറ്ററിൻ്റെ കേസ് വിടാം. ഇവിടെ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെസ്റ്റിംഗ് ഓൺ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബേസ് എഡ്ജിലാണെങ്കിലോ കോർണറിലാണെങ്കിലോ അപ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ, കോർണർ എന്ന് പറഞ്ഞാൽ കോർണർ റൈറ്റ് സൈഡിൽ. അതുപോലെ സ്ലാൻഡ് എഡ്ജ് അല്ലെങ്കിൽ ലോങ് എഡ്ജ് എന്ന് പറയുമ്പോഴും കോർണർ റൈറ്റ് സൈഡിൽ വേണം. ദെൻ ട്രയാങ്കുലർ ഓർ റെക്ടാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നതാവും എഡ്ജ് വേണം റൈറ്റ് സൈഡിൽ വരിക. പിന്നെ ജനറേറ്റർ, അതിന് ബേസ് ഫിഗർ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് വഴിയാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ഈ ചേഞ്ച് ഓഫ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം ഇത്ര ഓർക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡാണ്. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, എച്ച് പിയുടെ ഒരു ഇൻക്ലിനേഷൻ കാണും, വി പിയുടെ ഒരു ഇൻക്ലിനേഷൻ കാണും. 20 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എച്ച് പിയുടെ ഒരു ഇൻക്ലിനേഷനും വി പിയുടെ ഒരു ഇൻക്ലിനേഷനും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എച്ച് പിയുടെ വി പിയുടെ ഇൻക്ലിനേഷൻ ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ബേസ് എച്ച് പിയുടെ, ഓക്കെ നമ്മൾ എച്ച് പി റെസ്റ്റ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബേസ് ഫിഗർ വരയ്ക്കും. ഇതിലേതാണോ ബേസ് ഫിഗർ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ സെലക്ട് ചെയ്തിട്ട് ബേസ് ഫിഗർ വരയ്ക്കും. ദെൻ നമ്മൾ അപ്പോൾ ബേസ് ഫിഗർ വരയ്ക്കുക എന്ന് പറഞ്ഞ മീനിങ് നമ്മൾ സോൾഡ് ഫുള്ളി എച്ച് പിയിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പെൻഡഗണൽ പ്രിസമാണ്. ഓക്കെ, പെൻഡഗണൽ പ്രിസത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സോൾഡ് ആദ്യം എച്ച് പിയിൽ പ്ലേസ് ചെയ്യുക. സോൾഡിൻ്റെ ബേസ് കംപ്ലീറ്റ്ലി വരുന്ന രീതിയിൽ എച്ച് പിയിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതായത് ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയി കാരണം. അപ്പോൾ എച്ച് പിയിൽ സോൾഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ബേസ് ഫിഗർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എച്ച് പിയുടെ ഇൻക്ലിനേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇത് വെച്ച് ബേസ് ഫിഗർ ഫിക്സ് ചെയ്യുന്നിട്ട് എച്ച് പിയുടെ ഇൻക്ലിനേഷൻ അപ്ലൈ ചെയ്യും. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോർഷൻ, ഇപ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് ഒരു തീറ്റ ഡിഗ്രി ആണെങ്കിൽ ആക്സിസിന് നേരെ തീറ്റ ഡിഗ്രി ചരിക്കും. ഇപ്പോൾ എന്ത് പറ്റി, ഇപ്പോൾ ആ ഒരു സോൾഡ് എന്ന് പറയുന്നത് തീറ്റ ഡിഗ്രിയിൽ എച്ച് പിയുടെ ഇൻക്ലിനേഷനായി. ദെൻ നമ്മൾ കൊടുക്കുന്ന വി പിയുടെ ഇൻക്ലിനേഷൻ. വി പിയുടെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു പൊസിഷനാണ് നമുക്ക് ഫ്രണ്ട് ടോപ്പ് വരയ്ക്കേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ ബേസ് ഇവിടെ കൊണ്ടുവച്ചു, ദെൻ തീറ്റയുടെ ഇൻക്ലിനേഷൻ കൊടുത്തു, ദെൻ ഫൈയുടെ ഇൻക്ലിനേഷൻ കൊടുത്തു. ഈ ഒരു ബേസ് ഫിഗറൊക്കെയാണ് ഈ ഒരു ഫിഗറൊക്കെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എപ്പോഴും ബേസ് ഫിഗർ എന്ന് പറഞ്ഞാൽ ബേസ് കംപ്ലീറ്റ്ലി എച്ച് പിയിലോ വി പിയിലോ റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത കേസിൽ നമ്മൾ അടുത്ത ഇൻക്ലിനേഷൻ കൊടുക്കുക. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ ആണെങ്കിൽ എച്ച് പിയുടെ ഇൻക്ലിനേഷൻ അപ്ലൈ ഇപ്പം ഇങ്ങനെയാവും. എന്നിട്ടത് വി പിയുടെ ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ആൻസർ ചെയ്യാം. അപ്പോൾ ഇതാണ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ബേസ് ഫിഗർ വരയ്ക്കുന്നു, ദെൻ ഫസ്റ്റ് ഇൻക്ലിനേഷൻ, ദെൻ ഫൈനലി സെക്കൻഡ് ഇൻക്ലിനേഷൻ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.